ഹരേ കൃഷ്ണ. ഇന്ന് ഭക്തർക്ക് മാത്രം മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഭക്തർക്ക് ധാരാളം അനുഭവങ്ങളുണ്ടാവും. എന്നാൽ എല്ലാ ഭക്തരിൽ നിന്നും വ്യത്യസ്തമായി ശ്രീകൃഷ്ണ ഭക്തർക്ക് വ്യത്യാസമുണ്ടാവും അനുഭവങ്ങൾ. ഇപ്പോൾ സാധാരണയായി നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നു ചേരുകയാണെങ്കിൽ അതെന്തെങ്കിലും വസ്തുവാവാം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളാവാം, എന്തായാലും അത് മറ്റുള്ള ഭക്തർക്ക് സമയത്തു തന്നെ വന്നു ചേരും. അധികം പ്രയാസമൊന്നും അനുഭവിക്കേണ്ടി വരില്ല. എന്നാൽ കൃഷ്ണ ഭക്തർക്കോ, അവർക്കൊരു സാധനം വന്നു ചേരുകയാണെങ്കിൽ അവരെ പരമാവധി ടെൻഷൻ അടിപ്പിച്ചതിന് ശേഷം മാത്രമേ അവരുടെ കയ്യിൽ സാധനം കിട്ടുകയുള്ളൂ. അവസാന നിമിഷം വരെ കിട്ടുമോ എന്നുള്ള ആശങ്ക ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അവസാനം കിട്ടുകയും ചെയ്യും. ഇനി ദേവീഭക്തരാവട്ടെ, മുരുകഭക്തരാവട്ടെ, ശിവഭക്തരാവട്ടെ, ഇങ്ങനെ ധാരാളം വരുന്ന ദേവതയിൽ വിശ്വസിക്കുന്ന ഭക്തരിൽ നിന്ന് വ്യത്യസ്തമായി കൃഷ്ണഭക്തിയിലേക്ക് വരുന്ന ഒരു ഭക്തന് ഭക്തിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ച് ആരും കൃഷ്ണനിലേക്ക് അടുക്കാതിരിക്കരുത്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷ്ണനിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ആ ഭക്തൻ പിന്നെ ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കും. മാത്രമല്ല മറ്റൊരു ദേവതാ സങ്കല്പങ്ങളിലേക്കും പിന്നെ മനസ്സ് മാറിപ്പോവില്ല. യശോദാമ്മ സ്നേഹമാകുന്ന പാശം കൊണ്ട് കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടതുപോലെ ശ്രീകൃഷ്ണൻ ഭക്തരെ സ്നേഹപാശം കൊണ്ട് ബന്ധിക്കുന്നു. അതെ, കൃഷ്ണൻ തൻ്റെ ഭക്തനെ വിട്ടുകൊടുക്കില്ല. പിന്നെ എന്നാലോ ഭക്തനായി എളുപ്പമൊന്നും ആരെയും തിരഞ്ഞെടുക്കുകയുമില്ല കൃഷ്ണൻ. ധാരാളം യോഗ്യതാ ടെസ്റ്റ് നടത്തി ആ പരീക്ഷയിലെല്ലാം വിജയിച്ചാൽ അതിനുശേഷം മാത്രമേ ഭക്തനാക്കുകയുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. കൃഷ്ണനോടടുക്കുമ്പോൾ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം കൃഷ്ണൻ ഭക്തനായ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. കൃഷ്ണൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ള ഭക്തരിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം കൃഷ്ണൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ള ഭക്തരിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമാണോ? അല്ല. ഭക്തർ ഏതൊരു പരീക്ഷണങ്ങളിലും അടിപതറാതെ, ഒരിക്കലും പരാതിപ്പെടാതെ, ഭഗവാനിൽ നിന്ന് വ്യതിചലിക്കാതെ തൻ്റെ ഭക്തി നിലനിർത്തിക്കൊണ്ടു പോവാനായാൽ അവൻ അല്ലെങ്കിൽ അവൾ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരിക്കും. ഈ പ്രയാസങ്ങളിലൂടെ, ഈ കഷ്ടപ്പാടുകളിലൂടെ ഭക്തരുടെ എല്ലാ ആസുര ഗുണങ്ങളും, അതായത് ദുഷ്ചിന്തകളിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ ഭഗവാൻ ശുദ്ധീകരിക്കുകയാണ്. ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ മറ്റുള്ള ദേവതാ സങ്കല്പങ്ങളിലേക്ക് തിരിയും. മറ്റു ചിലർ അടിയുറച്ച് കൃഷ്ണ ഭഗവാനെ തന്നെ മുറുകെ പിടിക്കും. ഇങ്ങനെയുള്ള ഭക്തരുടെ പ്രയാസങ്ങൾ എല്ലാം തന്നെ ഭഗവാൻ മാറ്റി അവർക്ക് ശാശ്വതമായ സുഖജീവിതം കൊടുക്കുന്നു. തങ്ങളുടെ പ്രശ്നങ്ങൾ മാറാൻ മറ്റു ദേവതകളെ ആശ്രയിക്കുന്ന മറ്റു ഭക്തർ വീണ്ടും വീണ്ടും ദേവതകളെ മാറി മാറി പരീക്ഷിച്ച് ശാശ്വതമായ പരിഹാരം ലഭിക്കാതെയും പോകുന്നു. ശ്രീകൃഷ്ണ ഭക്തർ കൃഷ്ണനുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ആത്മീയ സുഖം അനുഭവിക്കാനും അവർക്ക് സാധിക്കുന്നു. ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.